പറമ്പിക്കുളം ആളിയാർ നദീജല കരാർ പുതുക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ സമരം ശക്തമാക്കുന്നു. കരാർ പ്രകാരമുള്ള വെള്ളം നൽകാൻ തമിഴ്നാട് വീഴ്ച വരുത്തിയിട്ടും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. പറമ്പിക്കുളം ആളിയാർ നദീജല കരാർ പ്രകാരം പ്രതിപക്ഷം 7.25 TMC ജലം തമിഴ്നാട് കേരളത്തിന് നൽകണമെന്നാണ് കരാർ. എന്നാൽ കരാർ പ്രകാരമുള്ള ജലം നൽകുന്നതിൽ തമിഴ്നാട് തയ്യാറാകാത്തതാണ് കർഷകരുടെ പ്രതിഷേധത്തിന് കാരണം. പറമ്പിക്കുളം ആളിയാർ ഡാമിൽ നിന്നുള്ള ജലത്തെ ആശ്രയിച്ചാണ് പാലക്കാട് ചിറ്റൂർ മേഖലയിലെ കാർഷിക ജലസേചനം. ഇപ്പൊ ഡാമുകളൊക്കെ പറമ്പിക്കുളം ഡാമുകളൊക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ്. യഥേഷ്ടം വെള്ളമുണ്ട്. ഈ കരാർ പ്രകാരം കേരളത്തിന് 7.25 TMC ജലവും തമിഴ്നാടിന് 16.5 TMC ജലവും എടുക്കാം കരാർ പ്രകാരം. അത് കഴിഞ്ഞ് അവിടെയുള്ള ജലത്തിൽ ഡെഡ് സ്റ്റോറേജ്, അതേ ഡാമിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം കഴിഞ്ഞ് എത്ര വെള്ളം അധികം വരുന്നോ അതിൽ നിന്ന് 2.5 TMC ചിറ്റൂർ പുഴയ്ക്ക് നൽകാനും ബാക്കിയുള്ളത് ചാലക്കുടി പുഴയ്ക്ക് നൽകാനുമാണ് കരാറിലെ വ്യവസ്ഥ. ഈ വ്യവസ്ഥ തമിഴ്നാട് പാലിക്കുന്നില്ല. കാലാവധി കഴിഞ്ഞിട്ടും കരാർ പുതുക്കാൻ സംസ്ഥാന സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. എത്ര 16.5 TMC വെള്ളം എടുത്തു എന്ന് നമ്മുടെ MLAക്കറിയില്ല, ഉദ്യോഗസ്ഥന്മാർക്കറിയില്ല, മന്ത്രിമാർക്കറിയില്ല. തമിഴ്നാട് ഈ കണക്ക് പുറത്ത് വിടുന്നുമില്ല. അപ്പോൾ കരാർ പ്രകാരമുള്ള വെള്ളം അവരെടുത്തു കഴിഞ്ഞു. ഇനി അവിടെ നിൽക്കുന്ന വെള്ളം പൂർണ്ണമായും കേരളത്തിന് അവകാശപ്പെട്ടതാണ്. ചിറ്റൂർ പുഴയ്ക്ക് 4 TMCക്ക് പുറമെ ഈ 2.5 TMC അടക്കം 6.5 TMC ജലം ലഭിക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം. ഇത് ലഭിക്കാതിരുന്നാൽ ഏകദേശം 40,000 ഏക്കറിലെ കൃഷി പൂർണ്ണമായിട്ട് നശിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കർഷകർ തെരുവിലേക്ക് ഇറങ്ങുന്നത്, സമരത്തിലേക്ക് ഇറങ്ങുന്നത്. കരാർ പുതുക്കാനും ആവശ്യമായ വെള്ളം ഉറപ്പുവരുത്താനും സർക്കാർ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ. ന്യൂസ് മലയാളം, പാലക്കാട്.